സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ലോകരക്ഷകനായി പറഞ്ഞ യേശുവിൻ്റെ ജന്മദിനം ഇന്ന് ലോകം മുഴുവൻ അത്യാഹ്ലാദത്തോടെ ആഘോഷിക്കുമ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെയും പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെയും ദൈവീക വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണവുമായിരുന്നു യേശുവിൻ്റെ ജനനം. അക്കാലത്ത് ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പേരെഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ, സിറിയയുടെ ദേശാധിപതിയായിരുന്ന ക്വിരിനോസ് ആ മഹാസംരംഭത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടവനാകയാൽ പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടി ഗലീലയിലെ നസത്തിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്ക് പോകുകയായിരുന്നു. യൂദയായിലെ മഞ്ഞ് വീഴുന്ന മലമടക്കുകളുടെ താഴ്വാരങ്ങളിൽ വയലേലകൾക്കരികെ പാർത്തിരുന്ന ആട്ടിടയന്മാരെ സാക്ഷിയാക്കി, ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് കണ്ടു തുറന്നിരുന്ന നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി, മരം കോച്ചുന്ന തണുപ്പിൽ മരച്ചില്ലകളിൽ പാർത്തിരുന്ന മിന്നാമിനുങ്ങളുടെ നുറുങ്ങുവട്ടത്തെ സാക്ഷിയാക്കി, ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ ദൈവപുത്രൻ പറന്നപ്പോൾ പൂർവ്വദേശത്തു നിന്നും പൊന്നും കുന്തിരിക്കയും മീറയുമായി ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് 3 രാജാക്കന്മാർ യേശുവിനെ വണങ്ങുന്നതിനും ആരാധിക്കുന്നതിനെ അങ്ങോട്ട് വന്ന് ആരാധിച്ച് അവർ മടങ്ങിപ്പോവുകയാണ്. നിങ്ങളെ ഞാനൊരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവസന്നിധിയിൽ നിന്നും വന്ന ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ പരിശുദ്ധാത്മാവാൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ശിശുവിന് യേശു എന്ന് പേരിടണം. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധനാണ്, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയം പ്രതിവച്ചു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. വീണ്ടും ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് 6 മാസം ഗർഭിണിയാണ്. അഹ്റോന്റെ പുത്രിമാരിൽ ഒരാളായ എലിസബത്ത് വന്ധ്യയായിരുന്നു, വൃദ്ധയായിരുന്നു. ഭർത്താവായ സക്കറിയായും വൃദ്ധനായിരുന്നു. അഭിയാഗണത്തിൽപ്പെട്ട സക്കറിയ പുരോഹിതനായിരുന്നു. ദേവാലയ ശുശ്രൂഷ ചെയ്യുമ്പോൾ ബലിപീഠത്തിനരികെ ധൂപാർപ്പണം ചെയ്ത് കൊണ്ടു നിൽക്കുമ്പോൾ ദൈവസനയിൽ നിന്ന് വന്ന ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, സക്കറിയ, നീ ഭയപ്പെടേണ്ട, ഞാൻ ദൈവസനയിൽ നിന്ന് വന്ന മാലാഖയാണ്. നിനക്കൊരു പുത്രൻ ജനിക്കും, ശിശുവിന് യോഹനാൻ എന്ന് പേരിടണം. വീണ്ടും പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ശിശു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. ഗബ്രിയേൽ മാലാഖ സക്കറിയായ്ക്ക് കൊടുക്കുന്ന ഈ സന്ദേശത്തിൻ്റെ 6-ാം മാസമാണ് കന്യാമറിയത്തിൻ്റെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖ ചെല്ലുന്നത്. സന്തോഷവാർത്ത അറിഞ്ഞ കന്യാമറിയം എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവാൽ നിറഞ്ഞുകൊണ്ട് പറയുകയാണ്, ദൈവമേ, കർത്താവിൻ്റെ അമ്മ എൻ്റെ മുന്നിൽ വരാൻ ഞാൻ എന്തു ഭാഗ്യം ചെയ്തു. വീണ്ടും പറയുകയാണ്, മറിയമേ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരബലവും അനുഗ്രഹീതം. മറിയം കടന്നു ചെന്നപ്പോൾ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശുവും പരിശുദ്ധാത്മാവാൽ നിറയുകയാണ്. അവിടെ വീണ്ടും എലിസബത്തിൻ്റെ പ്രസവം വരെ മറിയം അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ ആ വീട്ടിൽ തന്നെ താമസിച്ചു. ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരെ എത്രമാത്രം പരിചരിക്കണം, അവരെ എത്രമാത്രം അവരെ ശ്രദ്ധയോടുകൂടി ശുശ്രൂഷിക്കണമെന്ന വലിയൊരു സന്ദേശമാണ് മറിയം നമുക്ക് ആ സംഭവത്തിലൂടെ ലോകത്തിലേക്ക് നമുക്ക് തരുന്നത്. എലിസബത്ത് പ്രസവിച്ചു, ശിശുവിനെ പ്രസവിച്ചു. സക്കറിയ എഴുത്തുപലകയിൽ യോഹനാൻ എന്ന് പേരെഴുതിക്കൊണ്ട് ശിശുവിനെ കയ്യിലെടുത്ത് പറഞ്ഞു, കുഞ്ഞേ, നീ അനുഗ്രഹീതനാണ്, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് നീ വിളിക്കപ്പെടും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായി മാറിയ യോഹനാനായിരുന്നു സക്കറിയയുടെ കയ്യിൽ കിടന്നിരുന്നത്. നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും, അവൻ നിൻ്റെ വഴിയൊരുക്കും, നിൻ്റെ പാത നേരെയാക്കും എന്ന് പറഞ്ഞ ഏശയ്യാ പ്രവാചകൻ്റെ പ്രവചനവും അവിടെ പൂർത്തിയാകുകയായിരുന്നു. മറിയം പ്രസവിച്ചു. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ജോസഫും മറിയവും യേശുവിനെയും എടുത്തുകൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജെറുസലേമിൽ താമസിച്ചിരുന്ന നീതിമാനും ദൈവഭക്തനുമായ ശമയോനും പ്രവാചകയായ അന്നയും അവരെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മറിയത്തിൻ്റെ കയ്യിൽ നിന്നും യേശുവിനെ എടുത്തുകൊണ്ട് ശമയോൻ പറയുകയാണ്, ലോകരക്ഷകനെ ഞാൻ എൻ്റെ കണ്ണ് നിറയെ കണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ രക്ഷകനെ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുമെന്ന് വിശ്വസിച്ചിരുന്നു. അതങ്ങനെ പറയുവാൻ ശമയോൻ കാരണം
ദൈവത്തിൻ്റെ അഭിഷിക്തനെ കാണാതെ ഞാൻ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവാൻ പറഞ്ഞ ശമയോന് അറിയാമായിരുന്നു. വീണ്ടും കുഞ്ഞിനെ നോക്കി പറഞ്ഞു, ഇവൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും. കാൽവരിക്കുന്നിന് നിറകയിൽ ഗൊൽഗോഥായിൽ 3 ആണികളാൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു കിടന്ന യേശുവിൻ്റെ തിരുവിലാപ്പുറത്ത് ഒരു ഭടൻ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ശമയോൻ്റെ ആ പ്രവചനവും അവിടെ പൂർത്തിയാകുകയായിരുന്നു. ജോസഫിൻ്റെ ജീവിതം സ്വപ്നാടനങ്ങളുടെയും പാലായനങ്ങളുടെയുമായിരുന്നു. യേശുവിനെയും മറിയത്തെയും കൂട്ടി ദൈവദൂതൻ സ്വപ്നത്തിൽ കൽപ്പിച്ചതനുസരിച്ച് ഈജിപ്തിലേക്കുള്ള പാലായനം, ഈജിപ്തിൽ നിന്നും വീണ്ടും സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശമനുസരിച്ച് ഇസ്രയേലിലേക്കുള്ള പാലായനം, വഴിമധ്യേ വീണ്ടും കിട്ടിയ നിർദ്ദേശമനുസരിച്ച് ഗലീലയിലേക്കുള്ള പാലായനം, ഗലീലയിൽ ചെന്ന് മൂവരും നസ്രത്ത് എന്ന നഗരത്തിൽ വാസം ഉറപ്പിച്ചു. യേശുവിനെ നസ്രയൻ എന്ന് വിളിക്കുമെന്നുള്ള ദീർഘദർശികളുടെ പ്രവചനം, പ്രവാചകന്മാരുടെ പ്രവചനവും അവിടെ പൂർത്തീകരിക്കുകയായിരുന്നു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ തിരികെ വിളിക്കുമെന്ന പ്രവചനവും ഈജിപ്തിൽ നിന്നും ഇസ്രയേലിലേക്ക് ഉള്ള മടക്കയാത്രയിൽ സംഭവിച്ചു. റാമായിൽ വലിയ സ്വരം, കൂട്ടക്കരച്ചിൽ, നിലവിളിയും. അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുവാൻ, സാന്ത്വനിപ്പിക്കുവാൻ ആർക്ക് കഴിയും? ജെറമിയ പ്രവാചകന്റെ പ്രവചനമായിരുന്നു അത്. 2 വയസ്സിൽ താഴെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും വധിക്കണമെന്ന് ഹെറോദോസ് രാജാവ് സാമന്ത രാജാവിൻ്റെ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ആ പ്രവചനവും അവിടെ പൂർത്തീകരിക്കുകയായിരുന്നു. ദൈവപുത്രൻ്റെ ജനനത്തിൻ്റെ ഒരു ചെറിയ വിവരണം മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചത്. ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ക്രിസ്മസ് സന്ദേശം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിജിയെ പോലെ യേശുവിൻ്റെ ജീവിതവും നമുക്ക് നൽകിയ സന്ദേശമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. മരണാനന്തരം ഈ ഭൂമിയിൽ എല്ലാം അവസാനിക്കുകയാണെന്ന് കരുതിയ ദൈവജനത ദൈവം മോശയിലൂടെ നമുക്ക് നൽകപ്പെട്ട കൽപ്പനകളെല്ലാം ലംഘിച്ച് മ്ലേച്ഛതയിലൂടെ ജീവിച്ച് മരിച്ച് നിത്യനരകാഗ്നിയിലേക്ക് നിബന്ധിക്കുക കണ്ടപ്പോൾ ദൈവം സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയായിരുന്നു. മരണം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നമുക്ക് വേണ്ടി നിത്യജീവൻ കൂടെ പ്രവേശിക്കുന്ന സ്വർഗരാജ്യം നമുക്ക് വേണ്ടിയുണ്ട്. സ്വർഗസ്വനായ പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറയുവാനായിട്ടാണ്, സ്വർഗീയ സന്ദേശം നൽകുവാൻ വേണ്ടിയിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. നഷ്ടപ്പെട്ട ദൈവമക്കളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു യേശുവിൻ്റെ ജനനം. യേശു നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ, സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് പകർന്നു തന്ന മാതൃകകൾ, അതുപോലെ തന്നെ നിഗൂഢമായിരുന്ന ദൈവരഹസ്യങ്ങൾ ഉപമകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു തന്ന സന്ദേശങ്ങൾ, ദാരിദ്ര്യത്തിൻ്റെ മടിത്തട്ടിൽ കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ ജനനം, മരപ്പണി ചെയ്തുകൊണ്ടുള്ള ജീവിതം, അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും മാതൃകയാണ് നമുക്ക് യേശു പകർന്നു തന്നത്. പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ചുകൊണ്ട്, സ്നേഹിതന് വേണ്ടി മരിക്കുന്നതിനേക്കാൾ വലിയതൊന്നുമില്ല എന്നുള്ള മഹത്തായ സന്ദേശം നമുക്ക് യേശു തന്നിട്ടുണ്ട്. എളിമയുടെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമായി കഴുതപ്പുറത്ത് കയറി ജെറുസലേമിലേക്കുള്ള യാത്ര നൽകിയത് മഹത്തായ സന്ദേശമായിരുന്നു. അങ്ങനെ യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് പകർന്നു തന്ന സന്ദേശങ്ങളെല്ലാം മനസ്സിൽ നമ്മൾ ഓർത്തുകൊണ്ട്, നമ്മൾ ഈ ലോകത്തിന്, ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങൾ മനസ്സുകളിൽ നവീകരിക്കപ്പെട്ട് നീതിമാർഗത്തിൽ നിങ്ങൾ ജീവിക്കണം. നമുക്ക് ഈ മരണം കൊണ്ട് ഈ ഭൂമിയിൽ ഒന്നും അവസാനിക്കുന്നില്ല. നമ്മുടെ ജീവിതം തുടങ്ങുന്നത് മരണാന്തരമാണ്. ശരീരമായ ഭൂമിയിൽ വെറും വെള്ളത്തിനെ നീർക്കുമ്പോൾ പോലെ അവസാനിക്കുന്ന ഈ ജീവിതം, നമ്മുടെ ഈ ജീവിതത്തിന് ശേഷം, ഈ ഭൂമിയിലെ മരണത്തിന് ശേഷം നമുക്ക് നിത്യജീവനുണ്ട്. ഒരു ഭാഗത്ത് നിത്യനരകാഗ്നിയുണ്ട്, മറുഭാഗത്ത് നമുക്ക് നിത്യജീവനുണ്ട്. ആ നിത്യജീവനിലൂടെ നമുക്ക് പ്രവേശിക്കാനായിട്ട് സ്വർഗരാജ്യം, സ്വർഗസ്വനായ പിതാവ് നമുക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാൻ. നമുക്ക് യേശു തന്ന മാതൃകകളെല്ലാം മനസ്സിൽ നമ്മൾ വിചാരിച്ചുകൊണ്ട് നമ്മൾ നീതിമാർഗത്തിൽ നന്മയിലൂടെ നമ്മൾ ജീവിച്ച് ആ സ്വർഗരാജ്യം നമ്മൾ സ്വന്തമാക്കണം. അതാണ് ഇന്ന് ശരിക്കും യേശു ഈ ഭൂമിയിലേക്ക് വന്ന് പറയാൻ ഉദ്ദേശിച്ച സന്ദേശവും അത് തന്നെയായിരുന്നു. ഈ തിരുപ്പിറവി ദിനത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയവാതിലുകൾ തുറന്നിടാം. യേശു നമ്മുടെ ഹൃദയത്തിൽ പിറക്കട്ടെ. നമുക്ക് യേശുവിനെ ആരാധിക്കാം, സ്തുതിക്കാം, ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
വരാൻ പോകുന്ന പുതുവർഷത്തിന് വേണ്ടി, പുതുവർഷത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി എൻ്റെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ.